എല്ലാത്തിനുള്ള ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചാണ് ഞാൻ ഈ പരാതി കൊടുക്കാൻ പോകുന്നത്. മച്ചാമാരെ, നമ്മുടെ ചാനലിനെ കുറിച്ചും എനിക്കും എതിരായിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ അതിന് കൂടുതലായിട്ട് ഇനി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി സൈബർ സെല്ലിൽ പോയിട്ട് വേണം കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. ഞാനിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ വ്യക്തിക്ക് അയാൾ ചെയ്ത ജോലിയുടെ പൈസ എല്ലാം കൊടുത്തതിൻ്റെ ഡിജിറ്റൽ എവിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത്. അതായത് അയാൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിലും നുണയാണ്. എല്ലാത്തിനുള്ള ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചാണ് ഞാൻ ഈ പരാതി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ സ്റ്റേഷനിൽ പോയി വന്ന വഴി എടുത്ത വീഡിയോ ആണ്. ആദ്യമൊക്കെ ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നിവൃത്തികേട് കൊണ്ട് കമൻറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്ന കേട്ടോ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? മല്ലു എക്സ്പ്ലെയിനർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 13 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ട് അവിടുത്തെ. അത് ഫിലിം ബേസ്ഡ് ആണ്. ഹൊറർ, സൈക്കോ ത്രില്ലർ, അങ്ങനെ ഫിക്ഷൻ ബേസ്ഡ് ഉള്ള ഒരു സ്റ്റോറി പറയുന്ന യൂട്യൂബ് ചാനലാണ്. നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും കിട്ടുന്ന യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനലിനെതിരെയായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന് പറയുന്ന വേറൊരു യൂട്യൂബ് ചാനൽ, സെയിം സംഭവം തന്നെ അവർ ചെയ്ത്, സെയിം കണ്ടന്റ് തന്നെയാണ്, ഫിലിം ബേസ്ഡ് ആണ്. അവർ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോയത്, ഇവർ തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്. ഈ ട്വിസ്റ്റ് മലയാളിയാണ് മല്ലു എക്സ്പ്ലെയിനർക്ക് വേണ്ടി വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പണ്ട് മുതലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇയാളെന്തോ പറ്റിക്കപ്പെട്ടെന്നോ ഇയാൾ സാലറി കൊടുക്കുന്നില്ലെന്നോ അങ്ങനെ കുറേ സംഭവങ്ങളാണ് ട്വിസ്റ്റ് മലയാളി പറയുന്നത്. അപ്പം ഇതിനെതിരായിട്ടാണ് മല്ലു എക്സ്പ്ലെയിനർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ പരമാവധി ചിരിക്കാനാണ് ശ്രമിക്കാറ്. ഇപ്പം എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ പേർക്കൊക്കെ. നമ്മളെക്കുറിച്ച് അനാവശ്യമായിട്ട്, ആ ചാനലിൻ്റെ പേരോ ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെക്കുറിച്ച് അനാവശ്യമായിട്ട് പല കാര്യങ്ങളും പറയണം. ഒരു കാര്യം സത്യമാണ്, അയാൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ആളായിരുന്നു. നമ്മുടെ ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നത് വരെ ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ചാനൽ ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ ഒരാളും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യനെ, ഈ പറഞ്ഞ ആളെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് പോയി. കുറച്ച് വർഷം എനിക്കാണ് അയാൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് തന്നത്. തുടക്കത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ ഈ വീഡിയോയിൽ 300 രൂപ എന്നൊക്കെ പറയുന്നില്ലേ, തുടക്കത്തിൽ ഒരു വീഡിയോക്ക് ഞാൻ കൊടുത്ത പൈസയാണത്. അത് തുടക്കകാലഘട്ടത്തിൽ ആരെങ്കിലും വലിയ എമൗണ്ട് കൊടുക്കും. പയ്യെ അത് കൂട്ടി 20,000 ആയി, 25,000 ആയി, 30,000 ആയി, 40,000 മാസം 40,000 വെച്ച് ആ മനുഷ്യന് ഞാൻ സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അവൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ചും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യനെക്കുറിച്ചും വളരെ മോശമായിട്ട് അവനതിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റത്തെ അവനെ എൻ്റെ അടുത്ത് നിർത്തി പോകുന്ന ലാസ്റ്റത്തെ 2 മാസം ഓരോ മാസം 80,000 രൂപ വെച്ചാണ് മേടിച്ചത്. നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുക, മെൻ്റലി ഭയങ്കരമായിട്ട് എന്താ പറയുക. നമ്മളൊരാളെ ജോലിക്ക് നിർത്തി. ഞാൻ ആ സമയത്ത് ഗൾഫിലേക്ക് പോയി. നിങ്ങൾക്കറിയില്ല, വിദേശത്ത് നിന്നുകൊണ്ട് ഒരു കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. അത് ഇവന് നന്നായിട്ട് അറിയുന്നു. ആ ഒരു സമയത്ത് മാക്സിമം എന്നെ മെൻ്റലി ബുദ്ധിമുട്ടിച്ചിട്ട്, ഒരുപാട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് സാലറി കൂട്ടി ചോദിച്ചു. ഞാൻ കൊടുത്തു, 2 മാസം 50,000 രൂപ വെച്ച് കൊടുത്തു. അത്രയ്ക്ക് സാലറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് എന്നിട്ടും ഞാനിവനെ കുറച്ചൊക്കെ സാലറി കൊടുക്കാം, മാന്യമായ തുക കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും പറ്റില്ല. ഇവനെന്തോ അതുപോലെയാണ് ഇവനോട് കാര്യങ്ങൾ സംസാരം. മോനായിട്ട് കണ്ടുപിടിച്ചതാണ്, കാരണമാണ് എൻ്റെ ചാനലിലേക്ക് ഉണ്ടായത്. ആണോ നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അവൻ്റെ വീഡിയോയിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്, അവൻ്റെ ചാനൽ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോയുടെ താഴെ കുറച്ച് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ വേണമെങ്കിൽ കുറച്ച് സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. ഇതൊക്കെ 10 പ്രാവശ്യത്തിന് മുകളിൽ ഞാൻ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഇപ്പം പോയി നോക്ക്. മല്ലു പറഞ്ഞിട്ട് വന്നതാണ്, മല്ലു എക്സ്പ്ലെയിനർ പറഞ്ഞിട്ട് വന്നതാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് വരികയാണ്. ആ വീഡിയോ റിമൂവ് ആക്കണം. അതായത് ഇനിയും എൻ്റെ സ്റ്റാഫിനെ കുറിച്ച് അത്രയും മോശമായിട്ടാണ് പറയുന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു രീതിയിലും ആവുന്നില്ല. അവൻ എന്തൊക്കെയോ വാശിയാണ്, ഒരുപാട് പൈസ വേണം. അവൻ കീശയിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം എന്നെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ നോർമലി വളരെ എന്താ പറയുക, അങ്ങനെ ദേഷ്യം കാണിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്ത് ചെറിയ ഒരു സംഖ്യയാണ് യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിടത്തോളം കിട്ടുന്നുള്ളത്. ഈ വ്യൂസിൻ്റെ ഇതനുസരിച്ചാണ്. അപ്പോൾ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും നല്ല പോലെ
വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇത് ഏകദേശം 80,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 40,000 കൊടുത്തതും 80,000 കൊടുത്തതിൻ്റെ റെസിപ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. സാലറി ബേസ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെയും കുറേ അതില്ല, ഇത് തന്നിട്ടില്ല, സാലറിയുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മല്ലു എക്സ്പ്ലെയിനർക്ക് നല്ല ഇതിൽ ബുദ്ധിമുട്ടായത്. അവർ ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതാണ് സംഭവം. ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അപ്പം ഈ പുള്ളി ടിസ്റ്റ് മലയാളി എന്ന് പറഞ്ഞ ഈ ചാനൽ രണ്ടാമത് ഉണ്ടാക്കിയത്, അതായത് മറ്റേ ആൾ. അപ്പം ഇയാൾ പ്രൊമോഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ടിസ്റ്റ് മലയാളി യൂട്യൂബ് ചാനൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഏകദേശം 1.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മല്ലു എക്സ്പ്ലെയിനർ അത് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി അങ്ങനെയൊക്കെ യൂട്യൂബേഴ്സ് ചെയ്യാറുണ്ട്. കാരണം നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്ത് തരും അവരുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് മല്ലു എക്സ്പ്ലെയിനർ ഇവിടെ കിടന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇതൊരു കോമ്പറ്റീഷൻ ഫേം തന്നെയാണ്. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു ഇത് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂട്യൂബിന് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ വ്യക്തിക്ക് ടിസ്റ്റ് യൂട്യൂബ് ചാനലിലെ ആൾക്ക് തോന്നിയത് എനിക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് വിചാരിച്ച ആളൊരു ചാനൽ തുടങ്ങി. അപ്പോൾ പിന്നെ അതിന് തുടങ്ങിയ ഇഷ്യൂസാണത്. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇതാണ് സംഭവം. പക്ഷെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 ഫ്രണ്ട്സാണ്. ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സഹായം ചെയ്തതിന് നമുക്ക് വിട്ട് പാര വെക്കുക എന്ന് പറയും. സ്വാഭാവികമായിട്ട് ഇപ്പം യൂട്യൂബ് ചാനലിൻ്റെ കേസിൽ അങ്ങനെ സാധാരണ നടക്കുന്ന കുറേ സംഭവങ്ങളാട്ടോ ഇതൊക്കെ. ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പാരവെപ്പും ഫ്രണ്ട്സിൻ്റെ ഇതും അവർ പല രീതിയിലുള്ളത് കൊണ്ടുവരല്ലോ. ഒരാൾ നന്നാവുമ്പോൾ മറ്റേ ആൾക്ക് അസൂയ എന്ന് പറയാം. അതാണ് സത്യത്തിലുള്ളത്. കാരണം ഇപ്പോൾ നമ്മളൊരു ഇതിലെത്തിപ്പെട്ടു, ഒരു രക്ഷപ്പെട്ടു, ഒരു കരക്കെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊരു കുശുകുശുപ്പും ഓക്കെ, ഒരു ഇതായിരിക്കും അവർക്ക്, അസൂയും കുശുമ്പുമായിരിക്കും. അതിനെ പറയട്ടോ, കുശുകുശുപ്പല്ല, അസൂയും കുശുമ്പുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും പല രീതിയിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. കുറച്ചും കൂടെ ഫേമസ് ആണെങ്കിൽ, അതായത് കുറച്ചും കൂടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ചും കൂടെ നല്ല രീതിയിൽ മൂവ്മെൻറ്റുള്ളൊരു ഇതാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ല രീതിയിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതെങ്ങനെയെങ്കിലും അവരുടെ ആ വ്യൂസ് കുറക്കണം, അവിടെ ഇത് കുറക്കണം, ഇമേജ് എങ്ങനെയും പോക്കണം എന്നുള്ള ഒറ്റ ഇൻറ്റൻഷനെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കുണ്ടാവുള്ളൂ. അതിന് ഏത് വലിയ ഫ്രണ്ടാണെങ്കിലും ഇനി കുടുംബക്കാരാണെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് സത്യത്തിലുള്ളത്, എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. ഈ വിഷയം എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചാനലാണ് മല്ലു എക്സ്പ്ലെയിനർ. ടിസ്റ്റ് മലയാളി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചിലപ്പോൾ കണ്ടു കാണും, ഞാൻ ആ ചാനൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മല്ലു എക്സ്പ്ലെയിനർ ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നൊരു ചാനലാണ്. ഇതിപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. ഞാൻ ആ സമയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ പോകുന്നൊരു ചാനലാണ് മല്ലു എക്സ്പ്ലെയിനർ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ ചാനലിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞ അസൂയ ഇതൊക്കെ ഉണ്ടായിരിക്കും. വളരെ മോശമായിട്ടുള്ള ഇത് തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം. ഈ ഒരു യൂട്യൂബ് നമ്മളിപ്പോൾ ഒരു സഹോദര ചാനലാണ് യൂട്യൂബ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഫ്രണ്ട്സ് തുടങ്ങും, നമ്മളെ റിലേറ്റീവ്സ് തുടങ്ങും, ഒക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ അവരെ കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യേണ്ട ആവശ്യം? ഇറ്റ്സ് റിയലി ബാഡ്. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ തരം താഴ്ത്തി വെച്ചിട്ട് അതും ഇത്രയും കാലം പറയാതെ ഇപ്പോൾ ഒരു സമയത്ത് വന്ന് പറയുന്നതൊന്നും ശരിയുള്ള കാര്യമില്ല. അത് അപ്പോൾ പറയണം. അങ്ങനെ കുറേ സംഭവങ്ങളാണ്. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? നമ്മളെ ഈ ആൾക്കാരുടെ ക്യാരക്ടറാണ് ഇതൊക്കെ വ്യക്തമാവും. ഈ വിഷയം കൂടുതലൊന്നും സംസാരിക്കാനില്ല. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നല്ല രീതിയിലുള്ള മൂവീസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ചാനലാണ് മല്ലു എക്സ്പ്ലെയിനർ. മല്ലു എക്സ്പ്ലെയിനർ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമ കാണുക. ഓക്കെ, കാരണം മറ്റൊന്നുകൊണ്ടല്ല, എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഹൊറർ സിനിമ കണ്ടിരിക്കണം, അതുകൊണ്ട് കാണുന്നൊരു ചാനലാണ് മല്ലു എക്സ്പ്ലെയിനർ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രില്ല് മൂവി കാണണം. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.